അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോ ഒന്ന് വല്ലാർപാടം പള്ളിയിൽ നിന്ന് മൊത്തത്തിൽ ഇത് ചുറ്റിക്കാണും. 1254 പോർച്ചുഗീസുകാർ വല്ലാർപാടത്ത് പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ദേവാലയം സ്ഥാപിച്ചത്. പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്ഥാപിക്കുന്ന ഏഷ്യയിലെ ആദ്യത്തെ ദേവാലയമാണിത്. എന്നാൽ 1676 വെള്ളപ്പൊക്കമുണ്ടായി പള്ളി തകരുകയും അൾത്താരയ്ക്ക് മുകളിൽ സ്ഥാപിച്ചിരുന്ന വിമോചനനാഥയുടെ ചിത്രം ഒഴുകിപ്പോവുകയും ചെയ്തു. അന്ന് കൊച്ചി ദിവാനായിരുന്ന രാമൻ പള്ളിയത്തച്ഛൻ ഈ ചിത്രം കായലിൽ നിന്ന് വീണ്ടെടുത്ത് പള്ളി അധികാരികളെ ഏൽപ്പിച്ചു. പുതിയ പള്ളി പണിയുന്നതിനായി സ്ഥലവും ദിവാൻ ദാനമായി നൽകി. തുടർന്ന് വിമോചനനാഥയുടെ നാമത്തിൽ പുതിയ ദേവാലയം സ്ഥാപിക്കുകയും വീണ്ടെടുത്ത മാതാവിന്റെ ചിത്രം അതിൽ സ്ഥാപിക്കുകയും ചെയ്തു. 1951 ഭാരത സർക്കാർ വല്ലാർപാടം പള്ളിയെ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം കേരള സർക്കാർ 2002 പള്ളിയെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി ഉയർത്തി. അതേ തുടർന്ന് 2004 സെപ്റ്റംബർ 12 ദേശീയ തീർത്ഥാടന കേന്ദ്രമായും പ്രഖ്യാപിച്ചു. തുടർന്ന് ആ വർഷം തന്നെ ഡിസംബർ 1 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പള്ളിയെ ബസിലിക്ക എന്ന പദവി നൽകുകയും ചെയ്തു. 2004 നവംബർ 21 ആദിയിലെ വത്തിക്കാൻ സ്ഥാനപതി പൈദ്രോ ലോബസ് മെത്രാപ്പൊലീത്ത ഇവിടെ സന്ദർശിച്ചിരുന്നു. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 2004 ഡിസംബർ 1 പള്ളിയെ മൈനർ ബസിലിക്കയായി ഉയർത്തി. എറണാകുളം നഗരത്തിൽ നിന്നും 4 കിലോമീറ്റർ പടിഞ്ഞാറായാണ് ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഗൈസ്, എനിക്ക് പള്ളീനെ പറ്റി അറിയാവുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്തതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ എന്തെങ്കിലും തോന്നിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കമന്റ് ആയിട്ട് ഇടാം കേട്ടോ. ഇതവിടെ വെച്ച് കണ്ടൊരു ചേട്ടനാട്ടോ. പുള്ളി അപ്പോൾ എന്നെ മൊത്തത്തിൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പോകാൻ നേരത്ത് പുള്ളിക്ക് ഒരു ഷെയ്ക്കാനും കൊടുത്ത് എന്നിട്ട് ഞാൻ താഴെ വന്നൊരു തിരികെ കത്തിച്ചിട്ട് കുറച്ചു നേരം പ്രാർത്ഥിച്ചു കേട്ടോ. അതിനുശേഷം ഞാൻ അപ്പം തന്നെ റൂമിലേക്ക് പോകാൻ വേണ്ടി തിരിച്ചു കേട്ടോ. ഇതവിടുത്തെ സെമിസ്റ്റേരി കേട്ടോ. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.